ആലപ്പുഴ കളർകോട് കാർ കെഎസ്ആർടിസി ബസും കൂട്ടിയിടിച്ച 5 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. 6 പേർക്ക് പരിക്കേറ്റു. വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. പൂർണ്ണമായി തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത്. ഇന്നലെ രാത്രി 9:45 അപകടം. വണ്ടാനത്ത് നിന്ന് സിനിമയ്ക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാൾ സംഭവസ്ഥലത്തും 4 പേർ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. ലക്ഷദ്വീപ് ആന്ത്രോത്ത് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, കണ്ണൂർ മാടായി സ്വദേശി മുഹമ്മദ് ജബ്ബാർ, പാലക്കാട് ശേഖരപുരം സ്വദേശി ശ്രീദേവ് വത്സൻ, മലപ്പുറം കോട്ടക്കൽ സ്വദേശി ദേവാനന്ദൻ, ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റവർ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവിടെ വെച്ചിട്ട് ഒരു വാഹനം നേരെ എതിരെ വന്നപ്പോൾ ഡ്രൈവറായി ഓടിച്ചിരുന്ന പയ്യനോട് സംസാരിച്ചപ്പോൾ പയ്യൻ പറഞ്ഞ അങ്ങനെയാണ്, എതിരെ ഒരു വാഹനം വരുന്നത് കണ്ട് പെട്ടെന്ന് ഇവർ വെട്ടിച്ചപ്പോൾ വണ്ടി സ്കിഡ് ചെയ്ത് തിരിഞ്ഞിട്ട് അങ്ങോട്ട് പോയ വണ്ടി ഇത്തിരി ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ആ സൈഡ് പോയി ഈ KSRTCയിലേക്ക് ഇടിച്ചതെന്നാണ് പറഞ്ഞത്. ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിലേക്കാണ് കാർ വന്നിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കനത്ത മഴയിൽ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ മുന്നിലെ ചില്ല് തകർന്ന് പുറത്തേക്ക് തെറിച്ചു വീണു. ബസ്സിലുണ്ടായിരുന്ന 4 പേർക്കാണ് പരിക്കേറ്റത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. മീഡിയ 1 ആലപ്പുഴ. ആലപ്പുഴ കളർകോടുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് ബന്ധുക്കൾക്ക് കൈമാറും. ഇൻക്വസ്റ്റ് നടപടികൾ പുലർച്ചെയോടെ പൂർത്തിയായി. 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഷൈജു ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ഷൈജു, അങ്ങേയറ്റം സങ്കടകരമായ വാർത്തയാണ്. ഇന്ന് ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? രശ്മ, ഇന്നലെ വൈകുന്നേരം 9:30-ക്ക് ശേഷമുണ്ടായ ഈ അപകട സമയത്ത് തന്നെയാണ് ഒരാൾ മരണപ്പെട്ടത്. ആശുപത്രിയിലേക്ക് പോകും വഴി മറ്റ് 4 പേരും മരിക്കുകയായിരുന്നു. ഈ 4 പേർ ആശുപത്രിയിൽ എത്തിയ ശേഷം മരണം സംഭവിച്ചു എന്നാണ് ആശുപത്രി രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 5 പേർ മരണപ്പെടുകയും 2 പേരുടെ നില അതീവ ഗുരുതരമായി ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിൽ ഒരാളുടെ നില വഷളായി നിൽക്കുന്നു എന്നും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഈ അപകടമുണ്ടായപ്പോൾ തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് വളരെ കൃത്യമായ ഇടപെടലുകളുമായി രംഗത്ത് വന്നിരുന്നു. മെഡിക്കൽ കോളേജിലെ മുഴുവൻ വിഭാഗങ്ങളും സജ്ജമായിരുന്നു. എല്ലാ വിഭാഗങ്ങളുടെയും തലവന്മാർ മെഡിക്കൽ കോളേജിലേക്ക് എത്തി. പ്രത്യേകിച്ച് ശസ്ത്രക്രിയാ വിഭാഗവും ഓർത്തോപീഡിക് വിഭാഗവുമാണ് എത്തി കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്. ആ അർത്ഥത്തിലുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. അതോടൊപ്പം തന്നെ ഈ മരിച്ച വിദ്യാർത്ഥികളുടെ ഇൻക്വസ്റ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണം എന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുലർച്ചയോടുകൂടി തന്നെ ഏതാണ്ട് 1 മണി കഴിയുമ്പോഴേ തന്നെ ഈ 5 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഏതാണ്ട് 11 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ 5 പേരുടെയും മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് അങ്കണത്തിലാണ് പൊതുദർശനത്തിന് വെക്കുന്നത്. അതിനുശേഷം വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ബന്ധുക്കൾ ഇവിടെ എത്തും. അവർക്ക് ഈ മൃതദേഹം കൈമാറും. കണ്ണൂർ സ്വദേശിയുണ്ട്, ലക്ഷദ്വീപ് സ്വദേശിയുണ്ട്, മലപ്പുറം, പാലക്കാട്, കോട്ടയം, ഈ 5 സ്വദേശികളായ 5 ആളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത്. 2 പേർ, ഒരാൾ കൊല്ലം സ്വദേശിയായ ആൽവിനും അതോടൊപ്പം തന്നെ ആലപ്പുഴ സ്വദേശിയും ആണ് ഈ പരിക്കിൽ ഗുരുതരമായ ഒരു അവസ്ഥയിലുള്ളത്. 4 പേർ KSRTC ബസ്സിലുണ്ടായിരുന്നു. അവർക്ക് നിസ്സാര പരിക്കുകളാണ് ഉണ്ടായിരുന്നത്. അവരെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സിച്ച് മടങ്ങുകയായിരുന്നു ചെയ്തത്. ഇന്നലെ രാത്രി 11 പേർ ഒരു കാറിലും, അതായത് തവേര എന്ന 7 സീറ്റർ 7 പേർക്ക് പോകാവുന്ന ഒരു കാറിൽ 11 ആളുകളും 2 പേർ ബൈക്കിലുമാണ് സഞ്ചരിച്ചത്. ഇവർ 13 ആളുകളും മെഡിക്കൽ കോളേജിൽ നിന്നും സിനിമ കാണുന്നതിന് വേണ്ടിയിട്ട് ആലപ്പുഴയ്ക്ക് പോവുകയായിരുന്നു. ഈ ആലപ്പുഴയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ കളർകോട് ജംഗ്ഷനിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു റോഡാണ്. ആ റോഡിലേക്ക് എത്തുന്ന സമയത്ത് കനത്ത മഴ ആ സമയത്തുണ്ടായിരുന്നു. ഈ മഴയത്ത് ഈ കാറിന്റെ നിയന്ത്രണം വിടുകയായിരുന്നു. എതിരെ വന്ന വൈറ്റിലയിൽ നിന്നും കായംകുളത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സിന് നേർക്കുനേരെ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഏതാണ്ട് പൂർണ്ണമായും ഈ കാർ തകരുകയായിരുന്നു. നാട്ടുകാർ ഓടിക്കൂടി വളരെ വേഗത്തിൽ തന്നെ അഗ്നിശമന സേനാ വിഭാഗം എത്തി.
ഏതാണ്ട് 25 മിനിറ്റ് എടുത്തു ഈ കാർ വെട്ടിപ്പൊളിച്ച് ഇവരെ പുറത്തിറക്കുന്നതിന്. ആ 25 മിനിറ്റ് കൊണ്ട് ഇവരെ പുറത്തിറക്കി ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമം നാട്ടുകാരും അഗ്നിശമന സേനാ വിഭാഗവും നടത്തി. ഒരാൾ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. മറ്റ് 4 പേർ ആശുപത്രിയിൽ എത്തി മരണപ്പെടുകയായിരുന്നു. ആ കാർ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്ത ആ സന്ദർഭത്തിൽ പോലും ഒരാൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്ന ഒരു ആശ്വാസവും ഈ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട്. അങ്ങനെ വലിയ ഒരു അപകടമാണ് ഉണ്ടായത്. അത്യന്തം ദാരുണം, അതീവ ദുഃഖകരമായ ഒരവസ്ഥ. മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളായിരുന്നു ഈ 13 ആളുകളും സിനിമയ്ക്ക് പോയത്. അവരുടെ കൂട്ടത്തിൽ നിന്നും 5 ആളുകൾ മരണപ്പെടുന്നു. ഇന്നലെ അത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. കാരണം സഹപാഠികളൊക്കെ ഈ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ആരാണ്, ഇവരുടെ പേരെന്താണ്, ഇവരേത് സ്വദേശികളാണ് എന്നൊക്കെ പറയുന്നതിന് പോലും അവർക്ക് പ്രയാസം അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ പോലും ആലപ്പുഴ മെഡിക്കൽ കോളേജും പരിസരവും അതീവ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഉള്ളത്. രേഷ്മ. ഷൈജു, 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവർ ഏത് ആശുപത്രിയിലാണുള്ളത്, എന്താണ് ആരോഗ്യസ്ഥിതി എന്നത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? രേഷ്മ, ഈ 2 പേര് എന്ന് പറയുന്നത് കൊല്ലം സ്വദേശി ആനന്ദ് മനുവാണ് ഒരാൾ. മറ്റൊന്ന് എടത്വ സ്വദേശി, അതായത് ആലപ്പുഴയിൽ തന്നെയുള്ള എടത്വ സ്വദേശി ആൽവിൻ ജോർജ്. ഈ 2 ആളുകളാണ് ഗുരുതരമായ അവസ്ഥയിലുള്ളത്. ആൽവിൻ ജോർജിന്റെ നില കുറച്ച് അധികം ഗുരുതരമാണ് എന്നാണ് ആശുപത്രിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ ഒരു ആരോഗ്യ നില സംബന്ധിച്ച ഒരു കൃത്യമായ വിവരം മെഡിക്കൽ കോളേജ് തരുന്നില്ലെങ്കിലും അവർ ക്രിട്ടിക്കൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ആളുകൾ ഗുരുതരമായി തുടരുകയാണ്. അതിൽ മറ്റ് ആളുകൾ, അതായത് ചേർത്തല സ്വദേശി കൃഷ്ണദേവ്, കൊല്ലം സ്വദേശി മുഹസിൻ ഷെയ്ൻ എന്നിവർ ആണ് ഉള്ളത്. ഇവരെല്ലാം ഉള്ളത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ഈ ഷെയ്ൻ ഡെൻസനാണ് നിസാര പരിക്കുകളോടുകൂടി ഈ കാറിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നാണ് ഏറ്റവും ഒടുവിൽ. ഇന്നലെ പല തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഏറ്റവും ക്ലിയറായ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയുന്നത്. KSRTCയിൽ ഉണ്ടായിരുന്ന യാത്രക്കാരിൽ അവർ ജില്ലാ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. ബിയ, 26 വയസ്സുള്ള ബിയ, 40 വയസ്സുള്ള ഷീബ, 50 വയസ്സുള്ള ബിനോജ്, 60 വയസ്സുള്ള അബ്ദുൽ ഗഫൂർ. ഈ 4 ആളുകളാണ് KSRTC ബസ്സിൽ നിന്നും നിസാര പരിക്കുകളോടെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നത്. വേഗത്തിൽ തന്നെ സർക്കാർ സംവിധാനങ്ങൾ സജ്ജമായി ഇവർക്ക് ചികിത്സ ഒരുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ അടക്കമുള്ള സൂപ്രണ്ട്, അവധിയിലായിരുന്ന സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ വളരെ വേഗത്തിൽ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തി എല്ലാ വിഭാഗങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ആ അർത്ഥത്തിലുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ നടന്നിരുന്നു. മതിയായ ചികിത്സ പോരാതെ വരുന്നുവെങ്കിൽ ഏത് ഉന്നത ചികിത്സയിലേക്കും കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ആരോഗ്യമന്ത്രി നേരിട്ടിടപെട്ടിരുന്നു. ആ സന്ദർഭത്തിൽ നമ്മളോട് തന്നെ ആരോഗ്യമന്ത്രി ആ സമയത്ത് സംസാരിച്ചിരുന്നു. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കും എന്നത്, അതെല്ലാം ഒരുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ളത് വേഗത്തിലാക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ. ഷൈജു, പോസ്റ്റ്മോർട്ടം എപ്പോൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതിനുശേഷമുള്ള പൊതുദർശനം എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു? ഒപ്പം ഈ മരിച്ച വിദ്യാർത്ഥികളുടെ വീടുകളിലൊക്കെ ഇന്നലെ തന്നെ വിവരം അറിയിച്ചിരുന്നോ? രേഷ്മ, അപ്പോൾ തന്നെ ഈ വാർത്താ മാധ്യമങ്ങൾ വഴി തന്നെ എല്ലാവരും ആ സമയത്ത് തന്നെ എല്ലാവരും അറിഞ്ഞിരുന്നു. അതിൽ ഈ കോട്ടയം സ്വദേശിയുടെ ബന്ധുക്കൾ ഇന്നലെ രാത്രി തന്നെ ഈ ആശുപത്രിയിൽ എത്തുകയും ചെയ്തിരുന്നു. ഇവരുടെ സഹപാഠികൾ മറ്റെല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പല ആളുകളും യാത്രയിലായിരുന്നു. ഒരു ആൾ ലക്ഷദ്വീപ് സ്വദേശിയാണ്. ലക്ഷദ്വീപ് ആന്ത്രോത്ത് ദ്വീപിലാണ് ഒരാൾ ഉള്ളത്. മറ്റൊരാൾ കണ്ണൂരാണ്. പാലക്കാട്, മലപ്പുറം, കോട്ടയം എന്നീ സ്ഥലങ്ങളിലുള്ള 5 ആളുകളാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ തന്നെ തുടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ സമയം സംബന്ധിച്ച ഒരു വിവരം നമുക്ക് തന്നിട്ടില്ലെങ്കിൽ പോലും ഈ ക്രമീകരണങ്ങൾ കാണുമ്പോൾ വളരെ നേരത്തെ തന്നെ 8 മണിക്ക് ശേഷം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒരുപക്ഷെ ആരംഭിക്കും. അധികം വൈകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരമാവധി 11:30 തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഈ മെഡിക്കൽ കോളേജ് മുറ്റത്ത് പൊതുദർശനത്തിന് വെക്കാനാണ് അവർ പദ്ധതിയിട്ടിട്ടുള്ളത്. അതിനുശേഷം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അവരെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് ഈ മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ തന്നെ അവസരം ഒരുക്കിയ ശേഷം ഓരോരുത്തർക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എൻക്വസ്റ്റ് നടപടികളുടെ വേഗത കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. പോസ്റ്റ്മോർട്ടം നടപടികളും അതേ വേഗത്തിൽ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾ കൂടിയായതുകൊണ്ട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് വളരെ വേഗത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പറയാൻ കഴിയുക. രേഷ്മ.
ഷൈജു, ഈ ബസ്സിലെ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിസ്സാര പരിക്കുകൾ ഉണ്ടായിരുന്നോ? ബസ്സിലുണ്ടായിരുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ 4 പേർക്കാണ് നിസ്സാര പരിക്കുകൾ ഉണ്ടായിരുന്നത്. ഈ 4 പേരും തൊട്ടടുത്ത്, അതായത് ഈ അപകടം നടക്കുന്നതിന് അടുത്തു തന്നെയാണ്, വളരെ വലിയ ദൂരമില്ല, ജനറൽ ആശുപത്രിയാണ്, പഴയ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്തിരുന്ന ജനറൽ ആശുപത്രി. ഇവിടേക്ക് അവരെ എത്തിക്കുകയായിരുന്നു. അവർക്ക് നിസ്സാര പരിക്കുകളാണ് ഉള്ളത്. പല ആളുകളും അതിൽ ഈ പ്രാഥമിക ചികിത്സ തന്നെ തേടി മടങ്ങിപ്പോവുകയും ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബസ്സിലുണ്ടായിരുന്നവർക്ക് പരിക്ക് കുറവായിരുന്നു. ഈ കാർ നേരെ വന്ന് തെന്നിമറി, നമ്മൾ ആ CCTV ദൃശ്യങ്ങളൊക്കെ ഇന്നലെ കാണിച്ചതാണ്. തെന്നി മാറി നേർക്കു നേരെ വന്ന് ഈ കാർ ബസ്സിലേക്ക് ഇടിച്ച് പൊളിയുന്ന ഒരു രംഗമായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത്. ആ CCTV ദൃശ്യത്തിൽ നിന്ന്, CCTV ദൃശ്യം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകാം, വെള്ളക്കെട്ടിൽ തെന്നി മാറി ഈ കാറ് നേരെ ചെന്ന് KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറി പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥ. ആ പൊളിഞ്ഞ, ഏതാണ്ട് പൂർണ്ണമായും ഇടിയുടെ ആഘാതത്തിൽ പൊളിഞ്ഞു പോയ കാറിനകത്ത് നിന്ന് ആ കാറ് വെട്ടിപ്പൊളിച്ച് ഇവരെ പുറത്തെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം ഈ 7 സീറ്റ് സഞ്ചരിക്കാവുന്ന ഒരു കാറിനകത്ത് 11 പേർ ഇരുന്നാലുണ്ടാകാവുന്ന അവസ്ഥ, അത് ഇടിച്ച് തകർന്ന് തരിപ്പണമാകുമ്പോൾ അവരെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിവരുന്ന ഒരു പ്രയാസത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് അവർക്ക് മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടാവാതെ, അതായത് പരിക്ക് പറ്റിയിരിക്കുന്നവരെ, പക്ഷെ അങ്ങേയറ്റം ദാരുണമായിരുന്നു അവരെ പുറത്തേക്ക് എടുക്കുമ്പോഴെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പല ആളുകൾക്കും ചെറിയ ശ്വാസോച്ഛ്വാസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത്രത്തോളം വലിയ തീവ്രമായ ഒരു അപകടമാണ് എന്ന് പറയേണ്ടി വരും. ആ അപകടത്തിലാണ് ഈ 5 ആളുകൾ മരണപ്പെട്ട എന്ന അങ്ങേയറ്റം ദുഃഖകരമായ കാര്യം. പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി പൊതുദർശനത്തിന് വെച്ച് ബന്ധുക്കൾക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് ആരോഗ്യ വകുപ്പും മെഡിക്കൽ കോളേജ് അധികൃതരും ഒക്കെ തന്നെ മാറിയിട്ടുണ്ട്. രേഷ്മ, ആലപ്പുഴ കളർകോട് ഉണ്ടായ വാഹനാപകടത്തിലാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചത്. കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ചാണ് 5 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 6 പേർക്കാണ് പരിക്കേറ്റത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. പൂർണ്ണമായി കാർ തകർന്നു പോയിരുന്നു. ഈ കാർ വെട്ടിപ്പൊളിച്ചാണ് ഇന്നലെ വിദ്യാർത്ഥികളെ അരമണിക്കൂർ കൊണ്ട് പുറത്തെടുത്തത്. പോസ്റ്റ്മോർട്ടം നടപടികൾ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി പൊതുദർശനത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കാനാണ് ആലോചന. ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. വിവരങ്ങളാണ് ഷൈജു നൽകിയത്.